വലിയ സ്വപ്നങ്ങൾ കാണുക, അത് സാക്ഷാത്കരിക്കുവാൻ പകലന്തിയോളം പണിയെടുക്കുക, ഈ ഒരു മുദ്രാവാക്യം നാം പൊതുവെ കേട്ടിട്ടുള്ളവയാണ്. അങ്ങനെ വലിയ സ്വപ്നങ്ങൾ കണ്ടവരും അതിനായി പ്രയത്നിച്ചവരും പിന്നത്തേതിൽ വലിയ നേട്ടങ്ങൾ കൈവരിച്ച് വലിയ ബിസിനസ്സുകാരും ഉയർന്ന ഉദ്യോഗസ്ഥരും സമൂഹത്തിലെ പ്രധാനപ്പെട്ട സ്ഥാനങ്ങൾ കൈയടക്കിയവരുമായിട്ടുണ്ട്. ഒരു ക്രിസ്തുവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളവും വലിയ സ്വപ്നങ്ങൾ കാണുന്നവരായിരിക്കണം. നാം നയിക്കാൻ ദൈവം ആഗ്രഹിക്കുന്ന ജീവിതത്തെക്കുറിച്ചും നമുക്ക് ചുറ്റുമുണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന വ്യത്യാസത്തെക്കുറിച്ചും നമ്മൾ വലിയ സ്വപ്നം കാണണം. അതിനായി ദൈവകൃപയിൽ ആശ്രയിച്ച് പരിശ്രമിക്കുന്നവരുമായിരിക്കണം. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നാം കാണേണ്ട അതിപ്രധാനപ്പെട്ട വലിയ ഒരു സ്വപ്നമത്രേ ക്രിസ്തു ജീവിച്ച ജീവിതം നയിക്കുക എന്നത്. അതിനായുള്ള തീവ്രമായ ആഗ്രഹവും കാംക്ഷയും നമുക്കുണ്ടാകുന്നുവെങ്കിൽ അത് നടപ്പിലാക്കാൻ പരിശുദ്ധാത്മാവിൻ്റെ സഹായവും നമുക്കുണ്ടാകും. നാം ക്രിസ്തുവിനെ പോലെയുള്ള ജീവിതം നയിക്കുമ്പോൾ ദൈവത്തെ പ്രസാദിപ്പിക്കാനാണ് നാം യഥാർത്ഥത്തിൽ ലക്ഷ്യമിടുന്നത്. ഇതൊരു പ്രക്രിയയാണ്. ദൈനംദിന ജീവിതത്തിൽ നാം ശ്രദ്ധിക്കേണ്ടിയതും പാലിക്കേണ്ടിയതുമായ ക്രിസ്തീയ മര്യാദകളോട് നാം കഴിവതും നീതി പുലർത്തുമ്പോൾ നാം അറിയാതെ നമ്മുടെ സ്വഭാവങ്ങളിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നു. ആ സ്വഭാവമാറ്റം നമ്മുടെ ജീവിതത്തിൽ പ്രത്യക്ഷമാകുന്നു. നമ്മെ കാണുന്നവർ അത് തിരിച്ചറിയുകയും ചെയ്യുന്നു. ഈ ഒരു പ്രക്രിയയിൽ നമുക്ക് ആദ്യം വേണ്ടിയത് അനുതാപമുള്ള ഒരു ഹൃദയമാണ്. നാം നമ്മെ ക്രിസ്തു ജീവിതവുമായി താരതമ്യം ചെയ്യുമ്പോൾ നാം ജീവിച്ചു പോരുന്ന രീതി തെറ്റാണെന്നുള്ള തിരിച്ചറിവുണ്ടാകുന്നു. പഴയ ജീവിതത്തോട് യാത്ര പറയുവാൻ നാം തയ്യാറാകുന്ന മാർഗമാണ് പശ്ചാത്താപം. പശ്ചാത്താപത്തിലേക്ക് നമ്മെ നയിക്കുന്നതോ നമ്മിൽ അധിവസിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെയായിരിക്കും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തി നമ്മുടെ ഉള്ളിൽ പരിവർത്തനത്തിൻ്റെ വലിയ പ്രവൃത്തി ചെയ്യുന്നു. പരിശുദ്ധാത്മാവാണ് നമ്മെ യേശുക്രിസ്തുവിൻ്റെ പ്രതിച്ഛായയിലേക്ക് രൂപാന്തരപ്പെടുത്തുന്നത്. ക്രിസ്തുവിനെ പോലെ ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന പരിശുദ്ധാത്മാവിന് നാം കീഴ്പ്പെടുക നിമിത്തം നാം കണ്ട ശ്രേഷ്ഠമായ സ്വപ്നം നമ്മിൽ നടക്കുക തന്നെ ചെയ്യും. ഹാവ് എ ബ്ലെസ്സഡ് ഡേ.